മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് പുതിയ റിപ്പോർട്ട്. വയനാടിന് പകരം രാഹുൽ തെലങ്കാനയിലെയോ കർണാടകയിലെയോ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഇത്തവണയും രാഹുൽ മത്സരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. അതിനാൽ രണ്ട് ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. മാത്രവുമല്ല, കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിച്ചാൽ രാഹുലിന്റെ സാന്നിധ്യം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സഹായകമാകുമെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. കേരളത്തിൽ 3ാം സീറ്റിനായി വാശി പിടിക്കുന്ന മുസ്ലിം ലീഗ് വയനാടാണ് നോട്ടമിട്ടിരിക്കുന്നത്. വയനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPIയുടെ ദേശീയ നേതാവ് ആനി രാജയെ രംഗത്തിറക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിലെ 2 മുതിർന്ന നേതാക്കൾ വയനാട്ടിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് മോശം തന്ത്രമാകുമെന്നാണ് BJP വിരുദ്ധ ഇന്ത്യ മുന്നണി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. BJPയുടെ ആക്രമണത്തിന് ഇത് ആക്കം കൂട്ടുമെന്നും നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും 4.31 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലോക്സഭയിലേക്ക് വിജയിച്ചത്. CPIയിലെ PP സുനീർ ആയിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അതേസമയം UPയിലെ അമേഠിയിൽ BJPയുടെ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലാകും പോരാട്ടമെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി തന്നെയാകും UDF സ്ഥാനാർത്ഥിയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാന നേതാക്കൾ തമ്മിലാകും ഏറ്റുമുട്ടുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഓരോ തവണയും മണ്ഡലം മാറുന്നത് രാഷ്ട്രീയമായി ശരിയല്ലെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. ഉത്തരേന്ത്യയിൽ മത്സരിച്ചാലും 100% ജയം ഉറപ്പില്ല. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ വയനാട്ടിൽ 2ാം അംഗത്തിനിറങ്ങുന്നത് എന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഇക്കുറി CPIയുടെ ദേശീയ നേതാവിനെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സഖ്യ ചർച്ചകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന വിമർശനം CPIക്കുണ്ട്. അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കം നേതാക്കൾ താൽപര്യം കാട്ടിയില്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നിവിടങ്ങളിൽ മത്സരിച്ച CPIയുമായി ഒരു സീറ്റിൽ മാത്രമാണ് സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറായത്. രാഹുൽ ഗാന്ധിയുടെ ദക്ഷിണേന്ത്യയിലെ മത്സരം BJPക്ക് ഉത്തരേന്ത്യയിൽ കരുത്തേകുമെന്ന വിമർശനവും CPIക്കുണ്ട്.